ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ റെയിൻ ഓഫ് ലവ് എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ രാജയുടെ പാഠമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ കുറച്ച് ആദ്യത്തെ ഒരു ഭാഗത്തിൽ നമ്മൾ കുറച്ച് നോക്കി, മൈ ഹോം എന്ന് പറയുന്ന ഭാഗം കുറച്ച് നോക്കി. അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. നമ്മൾ മൊത്തം അത് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം നമ്മുടെ ഒന്നാമത്തെ പാഠം ആരെ കുറിച്ചാണ് പറയുന്നത്? ഒരു ബാലനെ കുറിച്ചാണ് അല്ലേ. ഒരു 10-15 വയസ്സുള്ള ഒരു ബാലൻ, അതായത് രാജ എന്ന് പറയുന്ന ഒരു പയ്യനെ കുറിച്ചാണ് നമ്മുടെ കഥയിൽ പറയുന്നത് അല്ലേ. അപ്പൊ രാജ എങ്ങനെയുള്ള പയ്യനായിരുന്നു? ഏകദേശം 10-11 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയാണ് ആര്? രാജ എന്ന് പറയുന്നത്. അവൻ ആരോടൊപ്പമാണ് താമസിച്ചിരുന്നത്? അവന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അങ്കിളിന്റെയും കൂടെയാണ് രാജ താമസിച്ചിരുന്നത് അല്ലേ. അവന്റെ അമ്മ ഇല്ലായിരുന്നു. പിന്നെ അവന്റെ അച്ഛൻ ആരോടൊപ്പമാക്കി? അവന്റെ ഈ അതായത് അവന്റെ ഗ്രാൻഡ് ഫാദറിനൊപ്പം ആക്കിയിട്ട് അദ്ദേഹം പോയി. അപ്പോ ഇവരുടെ കൂടെയാണ് നമ്മുടെ രാജ വളർന്നു വന്നത് അല്ലേ. ഇപ്പൊ രാജ എന്താണ്, നിങ്ങളെ പോലെയൊക്കെ അത്യാവശ്യം നല്ല കുസൃതിയൊക്കെ ഉള്ള ഒരു പയ്യനായിരുന്നു. അപ്പം പിന്നെന്താണ്, പിന്നെ പറയുന്നുണ്ട്, രാജ പറയുന്നുണ്ട് അവന്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. എന്താ പറയുന്നത്? ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല എന്താണ്, അവരുടെ നാട്ടിൽ അത്യാവശ്യം നല്ല പേരൊക്കെ ഉള്ള അത്യാവശ്യം നല്ല പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ എല്ലാവരും അഡ്വൈസിനും ഹെൽപ്പിനും എല്ലാം ആരുടെ അരികിലാണ് വരുന്നത്? ഈ രാജയുടെ ഗ്രാൻഡ് ഫാദറിന്റെ അരികിലാണ് വരുന്നത് അല്ലേ. അപ്പം എല്ലാവർക്കും നാട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും പേടിയുള്ള ഒരാളായിരുന്നു രാജയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. പിന്നെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? രാജയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മുത്തശ്ശിയായിരുന്നു അവർക്ക് രാജയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ. എപ്പോഴും രാജയുടെ ആഹാരം കഴിക്കൂ, പോയി കുളിക്കൂ, കിടക്കൂ, ഉറങ്ങൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും രാജയുടെ പിന്നാലെ തന്നെ കാണുവാര് അവന്റെ മുത്തശ്ശി. പിന്നെ പറഞ്ഞ ആരെ കുറിച്ചാണ്? അങ്കിളിനെ കുറിച്ചാണ് അല്ലെ. എന്താണ് പറഞ്ഞത്? അങ്കിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, മുത്തശ്ശനെ എപ്പോഴും സഹായിക്കുന്നത്, അതായത് ഗ്രാൻഡ് ഫാദറിനെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന ഒരു നല്ല വ്യക്തിയാണ് ആര്? രാജയുടെ അങ്കിള്. അപ്പൊ നമ്മള് പേജ് നമ്പർ 12, എല്ലാരും പേജ് നമ്പർ 12 എടുത്തോ. പേജ് നമ്പർ 12 നമ്മൾ പറഞ്ഞു തീർത്തത്. പേജ് നമ്പർ 12-നകത്ത് നമുക്ക് ഇനി പറയാം, ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് വാസ് എ ഗ്രോവ്. ഇനി അവിടെ തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അതിനു മുമ്പ് വരെ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ പറഞ്ഞു തീർത്തണം വരെ ജസ്റ്റ് ഒന്ന് വായിച്ചേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തീർത്തണം വരെ ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് വാസ് എ ഗ്രോവ്. അവിടെ തൊട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുമ്പിലോട്ടുള്ളത്, അതിന്റെ മുമ്പിൽ വരെ ഉള്ളതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണേ, നമുക്ക് ഇനി ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പേജ് നമ്പർ 12, അതിനകത്ത് പേജ് നമ്പർ 12 നമ്മള് ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് വാസ് എ ഗ്രോവ്, അവിടെ തൊട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കണ്ടോ ആ പാരഗ്രാഫ്? കണ്ടോ നിങ്ങള്? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? പറയുന്നേക്കാൻ വരെ കൈവക്കിയേ. ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നവരൊന്ന് കൈവക്കിയേ.
ഓക്കെ, താത്തിട്ടു താത്തിട്ടു. അപ്പൊ നമ്മൾ പാടെടുക്കുമ്പോ അപ്പൊ നോക്കിയിരുന്നു. ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് വാസ് എ ഗ്രോവ്. ദ ട്രീസ്, shrubs and creepers grew wild. Jackals, mongooses, wild cats and owls lived in the grove. അപ്പൊ രാജയുടെ വീടിന്റെ ഒരു കോമ്പൗണ്ടിൽ, അതായത് കോമ്പൗണ്ടിന്റെ ഒരു കോർണറിൽ, ഒരു ഭാഗത്ത് അല്ലേ, ഇപ്പൊ രാജയുടെ വീടിന്റെ ആ ഒരു പരിസരത്തിന്റെ ഒരു അറ്റത്ത്, ഒരു കോർണർ ഭാഗത്തായിട്ട് എന്തുണ്ട്? വാസ് എ ഗ്രോവ്, ഒരു ചെറിയൊരു വനം. എന്തുണ്ട്? അവിടെ ഒരു ചെറിയൊരു വനമുണ്ട്, ചെറിയൊരു അത്യാവശ്യം നല്ലൊരു വലിയ കാട് പോലുണ്ട്. Where trees, shrubs and creepers grew wild. അപ്പൊ ആ ഒരു ചെറിയ വനത്തിൽ അല്ലെങ്കിൽ ആ ചെറിയൊരു എന്താണ്, ചെറിയൊരു കാട്ടിൽ എന്തൊക്കെയാണ്? Where trees, ഒരുപാട് മരങ്ങളുണ്ട്. shrubs and creepers grew wild. അവിടെ ഒരുപാട് വള്ളിച്ചെടികളും അതുപോലെ തന്നെ കുറ്റിക്കാടുകളും എല്ലാം കൊണ്ട് നിറഞ്ഞതാണ് എന്ത്? ആ ഗ്രോവ് അല്ലെ. അപ്പൊ നമ്മുടെ രാജയുടെ വീടിന്റെ ഒരു ഭാഗത്തായിട്ട് എന്തുണ്ട്? ചെറിയൊരു കുറ്റിക്കാട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാടുണ്ട്. ആ കാട്ടിൽ എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞത്? ചെറിയ കുറ്റിച്ചെടികൾ, shrubs, പിന്നെന്താണ്? ക്രീപ്പേഴ്സ്. ക്രീപ്പേഴ്സ് ഗ്രൂ വൈൽഡ്, വള്ളിച്ചെടികളും എല്ലാം പടർന്ന് കിളിച്ച് കിടക്കുകയായിരുന്നു എവിടെ? ആ ഗ്രോവില്. Jackals, mongooses, wild cats and owls lived in the grove. അപ്പം അവിടെ എന്തൊക്കെയാണ്? അപ്പോ ആ ഒരു ഗ്രോവില് എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്? ജാക്കിൾസ്, കുറുനരി, പിന്നെന്താണ്? മംഗൂസസ്, വൈൽഡ് കാറ്റ് ആൻഡ് ഓൾസ് ലിവ്ഡ് ഇൻ ദി ഗ്രോവ്. അപ്പം ഓൾസ് ഉണ്ട്, വൈൽഡ് കാറ്റ് ഉണ്ട്, മാംഗൂസസ് ഉണ്ട്, പിന്നെന്താണ്? ജാക്കിൾസ് ഉണ്ട് അല്ലെ. ഇവയെല്ലാം എവിടെയുണ്ട്? ആ ഗ്രോവിലുണ്ട്, ആ ചെറിയ കാട്ടിലുണ്ട്. We had many cows, bulls and bullocks. Little cows played and ran about in our garden. അതുപോലെ തന്നെ we had many cows, ഞങ്ങൾക്ക് ഒരുപാട് പശുക്കളുണ്ട്. ബുൾസ്, കാളകളുണ്ട്. ബുള്ളോക്സ് ഉണ്ട്. പിന്നെന്താണ്? ലിറ്റിൽ കാൾസ് പ്ലേഡ് ആൻഡ് റൺ അബൌട്ട് ഇൻ അവർ ഗാർഡൻ. അതുപോലെ തന്നെ ചെറിയ ലിറ്റിൽ കാൾസ്, അതായത് ചെറിയ പശുക്കുട്ടി എന്ത് ചെയ്യും? ഞങ്ങളുടെ ഗാർഡനിലെല്ലാം കിടന്ന് ഓടിക്കളിക്കും. I like to play with the cows and I like to watch the birds in the garden. അതുപോലെ തന്നെ എനിക്ക് ഈ പശുക്കുട്ടിയോടൊപ്പം കളിക്കാൻ അല്ലെ, അല്ലെങ്കിൽ പശുക്കുട്ടി കളിക്കുന്നതൊക്കെ കാണാൻ, ഓടി കളിക്കുന്നതൊക്കെ കാണാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പിന്നെന്താണ്? ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദി ഗാർഡൻ. അതുപോലെ തന്നെ ഗാർഡനിൽ വരുന്ന ബേർഡ്സിനെ കാണുന്നതിനും, അല്ലെങ്കിൽ അവന്റെ ഗാർഡനിലേക്ക് വരുന്ന ബേർഡ്സിനെയൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുന്നതിലും, അല്ലെങ്കിൽ കിളികൾ വന്നിരിക്കുന്നതും പോകുന്നതും ഒക്കെ കാണാനും, ഈ പശുക്കുട്ടി ഓടിക്കടന്ന് കളിക്കുന്നതും അതിന്റെ കൂടെ കളിക്കാനും എല്ലാം ആർക്ക് ഇഷ്ടമാണ്? നമ്മുടെ രാജയ്ക്ക് ഇഷ്ടമാണ്. I looked for jackals coming out of the grove. അപ്പൊ നമ്മുടെ രാജ എന്ത് ചെയ്യാറുണ്ട്? ആ ഗ്രോവിൽ നിന്ന്, ആ ചെറിയ കാട്ടിൽ നിന്ന് എന്ത്? ജാക്കൽസ്, കുറുനരി പുറത്തേക്ക് വരുന്നത് അവൻ നോക്കി നിൽക്കാറുണ്ട് അല്ലേ. ഇപ്പൊ നമ്മുടെയൊക്കെ വീടിന്റെ പരിസരത്ത് എന്തെങ്കിലും ചെറിയ കാടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ജീവിയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കും ഇടയ്ക്കില്, അത് അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അത് അതിനകത്തുനിന്ന് വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കും. അതുപോലെ ആര് നോക്കുന്നുണ്ട്? നമ്മുടെ രാജയെ നോക്കുന്നുണ്ട് അല്ലേ. ആ വീടിന്റെ കോമ്പൗണ്ടിലുള്ള ആ ചെറിയ വനത്തിലേക്ക് നോക്കും. ജാക്കിൾസ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ആര് നോക്കാറുണ്ട്? നമ്മുടെ രാജ നോക്കാറുണ്ട്. I run after mongooses and I catch butterflies and reptiles. അതുപോലെ തന്നെ ഞാൻ എന്തിന് പിന്നാലെ ഓടാറുണ്ട്? മാംഗൂസസിന്റെ പിന്നാലെ അല്ലെ, കീരിയുടെ പിന്നാലെ ഓടാറുണ്ട്. ആൻഡ് ഐ ക്യാച്ച് ബട്ടർഫ്ലൈസ് ആൻഡ് റെപ്റ്റീൽസ്. അതുപോലെ തന്നെ ഗാർഡനിൽ വരുന്ന ബട്ടർഫ്ലൈസിനെയും റെപ്റ്റീൽസ്, അതായത് എന്താണ്, ചെറിയ ഇഴജന്തുക്കളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ഇഴജന്തുക്കളൊക്കെ, അതിനെയൊക്കെ പിടിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അല്ലെ. അതായത് നിങ്ങളുടെയൊക്കെ കൂട്ടുള്ള ചെറിയ കുസൃതിയും കാര്യങ്ങളും എല്ലാം ആർക്കുണ്ട്? രാജയ്ക്കുണ്ട് ഇല്ലേ. ബട്ടർഫ്ലൈയെ പിടിക്കുന്നതും റെപ്റ്റീൽസിനെ പിടിക്കാതെ ചെറിയ ചെറിയ ഇഴജന്തുക്കളെ പിടിക്കുന്നതും ഇതൊക്കെ ആരുടെ ഹോബീസാണ്? രാജയുടെ ഹോബീസാണ്. അപ്പൊ ഈ പഠിപ്പിച്ച ഭാഗത്ര വായിച്ചു നോക്കിയേ. ഇപ്പൊ ഈ പറഞ്ഞ ഭാഗത്ര ജസ്റ്റ് നോക്കിയേ.
അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. മേക്കിംഗ് എ ഷവർ, പേജ് നമ്പർ 13. മേക്കിംഗ് എ ഷവർ. അപ്പൊ ഞാൻ വായിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് നോക്കിയിരിക്കുക. It was an evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree, and grandfather and I would get a good shower. I liked bathing in the rain, but he might not like it. But it would be great fun. അപ്പൊ എന്താണ്? ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. വലിയൊരു മഴയ്ക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരമായിരുന്നു അത്. ഗ്രാൻഡ്ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. അപ്പോ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ചന്ദന മരത്തിന്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന മുല്ലച്ചെടിയിൽ നിന്നും മുല്ലപ്പൂക്കൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആര്? രാജയുടെ ഗ്രാൻഡ് ഫാദർ, അതായത് രാജയുടെ മുത്തശ്ശൻ അല്ലേ. എന്താണ്? ഒരു വലിയ മഴയ്ക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരമായിരുന്നു അത്. നമ്മളിപ്പോ പറഞ്ഞു മേക്കിംഗ് എ ഷവർ എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ടിന്റെ കാര്യം കേട്ടോ. ഓക്കെ, അപ്പം വലിയൊരു മഴയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു വൈകുന്നേരമായിരുന്നു അത്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുകയായിരുന്നു? സാൻഡൽവുഡ് ട്രീ, അതായത് ചന്ദനമരത്തിന് തൊട്ട് താഴെയുള്ള മുല്ലച്ചെടിയിൽ നിന്നും പൂക്കൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The leaves of the tree were full of raindrops. അതായത് ചന്ദന മരത്തിന്റെ ഇലകളെല്ലാം എന്താണ്? മഴത്തുള്ളികൾ നിറഞ്ഞിരുന്നു അല്ലെ. മഴ പെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വീട്ടിലുള്ള മരങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മഴ പെയ്യുമ്പോൾ എന്താണ്? അത് മൊത്തം റെയിൻ ഡ്രോപ്സ് ആയിരിക്കും അല്ലെ, മഴത്തുള്ളികളായിരിക്കും. അപ്പോ ആ ചന്ദന മരത്തിന്റെ ഇലകൾ മൊത്തം എന്തായിരുന്നു? മഴത്തുള്ളികളായിരുന്നു. I knew I could make rain if I shook the tree. എനിക്കറിയാമായിരുന്നു ഞാൻ ആ മരം പോയി കുലുക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു മഴ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അല്ലേ. നമ്മള് പണ്ട് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, ഞാനൊക്കെ പണ്ട് ഒരുപാട് ചെയ്യുന്ന കാര്യമായിരുന്നത്. ഈ മഴ പെയ്ത് കഴിഞ്ഞ് ചെറിയ മരമൊക്കെ ഉണ്ടെന്നുണ്ട് എന്ത് ചെയ്യും? പോയി കുലുക്കും. അപ്പൊ എന്താണ്? വീണ്ടും ഒരു മഴയുടെ വരും അല്ലെ. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മഴയാണ്. അപ്പം രാജക്കറിയാം എന്തറിയാം? ഞാൻ പോയി ആ സാൻഡൽവുഡ് ട്രീ, അതായത് ചന്ദന മരം ഒന്ന് കുലുക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു മഴ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ആർക്കറിയായിരുന്നു? രാജക്കറിയാമായിരുന്നു. ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. അപ്പം ഞാനും അതിന്റെ താഴെ നിൽക്കുന്ന, അതായത് താഴെ ഇരുന്ന് പൂ പറിക്കുന്ന അല്ലെങ്കിൽ ജാസ്മിൻ ഫ്ലവർ കളക്ട് ചെയ്യുന്ന ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും? നന്നായിട്ട് നനയും അല്ലേ. ഞാൻ പോയാ എന്റെ ആ മരം ഒന്ന് കുലുക്കുകയാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ പൂ, അതായത് ഫ്ലവേഴ്സ് കളക്ട് ചെയ്യുന്ന ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും? ഞങ്ങൾ രണ്ടുപേരും നനയും. ഐ ലൈക്ക്ഡ് ബാത്തിങ് ഇൻ ദി റെയിൻ. എനിക്ക് മഴയത്ത് കുളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ അദ്ദേഹത്തിന്, ഗ്രാൻഡ് ഫാദറിന് അതൊട്ടും ഇഷ്ടമല്ല. ബട്ട് ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഫൺ. പക്ഷെ അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മളെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? മഴയത്ത് ഒരു തവണയെങ്കിലും കുളിച്ചവരായിരിക്കും. അപ്പം അതെന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്, വലിയൊരു ആനന്ദകരമാണ്. സോ ഐ ക്യൂട്ട്ലി വെന്റ് നിയർ the sandalwood tree and shook it with all my strength. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ വളരെ ശാന്തമായി അല്ലെങ്കിൽ വളരെ പതിയെ എങ്ങോട്ടേക്ക് പോയി? ചന്ദന മരത്തിന്റെ അരികിലേക്ക് പോയി. ആൻഡ് ഷൂക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. എന്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ എന്ത് ചെയ്തു? അത് കുലുക്കി. അതായത് ഷെയ്ക്ക്, അത് ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മള്, കുലിക്കുക എന്നൊക്കെയാണ്. അപ്പൊ ഷെയ്ക്കിന്റെ പാസ്റ്റ് ആണ് ഷുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഷൂ, SHOOK. അപ്പം കുലുക്കി എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? രാജ അവന്റെ സർവ്വശക്തിയും എടുത്ത് എന്ത് ചെയ്തു? ആ മരം കുലുക്കി. There was a heavy shower and both grandfather and I were soaked. ആ മരം കുലുക്കിയതും അവിടെ വളരെ വലിയൊരു ഷവറാണ് ഉണ്ടായത് അല്ലേ. ഷവർ മീൻസ് എന്താണ്? ഈ വെള്ളമൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുമല്ലോ, ഇലകളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് ഇങ്ങനെ വീഴുമല്ലോ കുലുക്കുമ്പോൾ. അത് എന്താണ്? വളരെ വലിയൊരു ഷവറാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വെർ സോക്ഡ്. ഞാനും എന്റെ മുത്തശ്ശനും, അതായത് ഗ്രാൻഡ് ഫാദറും എന്ത് ചെയ്തു? ആ മഴത്തുള്ളിയിൽ നനഞ്ഞു. സോക്ഡ് മീൻസ് എന്താണ്? നനഞ്ഞു. അപ്പോ ആ ഒരു വെള്ളത്തുള്ളിയുടെ ആ ഒരു എന്താണ് എന്താണ് അതിങ്ങനെ ദേഹത്ത് വന്ന് വീണപ്പോൾ ഞാനും എന്റെ ഗ്രാൻഡ് ഫാദറും ആ മഴത്തുള്ളി ആ ഒരു റെയിനിൽ ഇല്ലേ, രാജ റീക്രിയേറ്റ് ചെയ്ത ആ റെയിനിൽ എന്ത് ചെയ്തു? അവർ രണ്ടുപേരും നനഞ്ഞു. ഐ ലവ്ഡ് ഇറ്റ്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബട്ട് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട്. പക്ഷെ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ആ മഴ ഉണ്ടായത് അല്ലെങ്കിൽ ആ മഴത്തുള്ളി കുലുക്കിയിട്ടത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? നമ്മുടെ
ഗ്രാൻഡ് ഫാദറിനെ ഇഷ്ടപ്പെട്ടില്ല. He turned to me with an angry look. അദ്ദേഹം വളരെ ദേഷ്യഭാവത്താൽ എന്റെ നേരെ തിരിഞ്ഞു. I was sure he would catch me and beat me. എനിക്ക് ഉറപ്പായിരുന്നു എന്റെ മുത്തശ്ശൻ എന്നെ പിടികൂടുകയാണെങ്കിൽ തീർച്ചയായും എന്നെ തല്ലുമെന്ന്. സോ ഐ റാൻ. അതുകൊണ്ട് ഞാൻ ഓടി. He ran after me. ഞാൻ ഓടിയപ്പോൾ എന്റെ പിന്നാലെ ആരോടി? മുത്തശ്ശനും ഓടി. But he ran faster. അപ്പോ അദ്ദേഹത്തെക്കാളും വേഗത്തിൽ ആരോടി? ഞാൻ ഓടിയപ്പോൾ എന്താണ്? അദ്ദേഹവും എന്നെക്കാൾ വേഗത്തിലും ഓടി. He had almost catch me when he stumbled and fell. എന്റെ ഏകദേശം പിടികൂടാറായി എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റംബിൾ, അതായത് അദ്ദേഹത്തിന്റെ കാലൊന്ന് ഇടറുകയും എന്ത് ചെയ്തു? അവിടെ മറിഞ്ഞു വീഴുകയും ചെയ്തു, അല്ലെ? അതായത് രാജയെ പിടിക്കാറായി എന്നുള്ള ആ ഒരു നിമിഷം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലൊന്ന് സ്ലിപ്പ് ആവുകയും അദ്ദേഹം അവിടെ മറിഞ്ഞു വീഴുകയും ചെയ്തു. I ran away to the paddy field and hid myself there. ഞാൻ അവിടെ നിന്ന് നേരെ ഓടി എങ്ങോട്ടേക്ക് പോയി? പാഡി ഫീൽഡിലേക്ക് പോയില്ലേ? അതായത് ഈ നെൽവയലുണ്ടല്ലോ, അവിടേക്ക് പോയി. എന്നിട്ട് അവിടെ ഒളിച്ചിരുന്നു. I heard grandfather shout that he would teach me a lesson when I came back home. അപ്പോ ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, മുത്തശ്ശൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്താണ്? വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന്, അല്ലേ? അപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഫാദർ രാജ കേൾക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് പറയുന്നത്, എന്താണ്? നീ തിരിച്ച് വീട്ടിൽ വന്നാൽ ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന്. അപ്പൊ ഇത്രയും വായിച്ചു നോക്കിയേ, പഠിപ്പിച്ച ഇത്രയും വായിച്ചു നോക്കിയേ, പെട്ടെന്ന് നോക്കിയേ. മക്കളെല്ലാരും വായിച്ചു നോക്കിയേ, ടെക്സ്റ്റ് നോക്കി വായിച്ചു നോക്കിയേ. ഇത് നിനക്ക് വഴിയുള്ളതാണോ? തലയിലാവും ഏർപ്പെടുമല്ലോ.
ഇതിനകത്തില് ഏതാ ചാവടിക്കണ്ടേ? അത് കൊറേ ഉണ്ടോ? അതോ ഒരെണ്ണം? ഇതാണോടാ? മക്കളെ വായിച്ചു നോക്കിയോ? നമുക്ക് അടുത്ത് നോക്കാം. നോക്കിയോ, അടുത്ത പാരഗ്രാഫാണ്. I did not want to go home because I feared grandfather would beat me. I stayed on the field. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home. അല്ലേ? ഇപ്പൊ എന്താ ഇവിടെ പറഞ്ഞേക്ക് നോക്കാം. I did not want to go home because I feared grandfather would beat me. അല്ലേ? മുത്തശ്ശൻ എന്നെ അടിക്കും എന്നുള്ള പേടി കാരണം എനിക്ക് എങ്ങോട്ടേക്ക് പോകണ്ടായിരുന്നു? വീട്ടിലേക്ക് പോകണ്ടായിരുന്നു. ഐ സ്റ്റേഡ് ഓൺ ദി ഫീൽഡ്. അതുകൊണ്ട് ഞാൻ എവിടെ തന്നെ തുടർന്നു? ആ ഫീൽഡിൽ തന്നെ, അതായത് ആ വയലിൽ തന്നെ എന്ത് ചെയ്തു? അവിടെ തന്നെ ഇരിക്കാൻ തുടർന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? സന്ധ്യയാവാൻ തുടങ്ങി, ഇരുട്ട് വീഴാൻ തുടങ്ങി. ഐ വാസ് എഫ്രൈഡ് ടു സ്റ്റേ ദെയർ എലോൺ ഇൻ ദി ഡാർക്ക്നെസ്. ആ ഇരുട്ടത്ത് അവിടെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വളരെയധികം പേടിയായിരുന്നു. ഐ റിമെമ്പേർഡ് ഓൾ ദ ഗോസ്റ്റ് സ്റ്റോറീസ് ഐ ഹാഡ് ഹേർഡ്. ആ സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള പ്രേതകഥകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഐ സ്റ്റുഡ് അപ്പ്. ഞാൻ അവിടെ നിന്ന് ഒന്ന് എണീറ്റു. ലുക്ക്ഡ് അറൗണ്ട്. എന്നിട്ട് ചുറ്റുമൊന്ന് നോക്കി. ആൻഡ് ദെൻ റാൻ ടുവേഴ്സ് ദ ഹോം. എന്നിട്ട് അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് ഓടി? വീട്ടിലേക്ക് ഓടി. ഐ വാസ് സ്റ്റിൽ എഫ്രൈഡ് ടു ഫേസ് ഗ്രാൻഡ് ഫാദർ. എനിക്ക് അപ്പോഴും എന്തുണ്ടായിരുന്നു? മുത്തശ്ശനെ ഫേസ് ചെയ്യാൻ ഒരു പേടി ഉണ്ടായിരുന്നു. സോ ഐ ഡിഡ് നോട്ട് ഗോ ഇൻസൈഡ് ദ ഹൗസ്. അതുകൊണ്ട് ഞാൻ വീടിനകത്തേക്ക് കയറിയില്ല. ഐ വെന്റ് ടു ദ കൗഷെഡ് ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദി ലോഫ്റ്റ്. ഞാൻ അതുകൊണ്ട് നേരെ എങ്ങോട്ടേക്ക് പോയി? ഐ വെന്റ് ടു ദ കൗഷെഡ്. ഞാൻ തൊഴുത്തിലേക്ക് പോയി. അതായത് കൗഷെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആടിനെയും പശുവിനെയൊക്കെ കെട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഷെഡിനെയാണ് നമ്മൾ കൗഷെഡ് എന്ന് പറയുന്നത്. അപ്പം മലയാളത്തിൽ തൊഴുത്ത് എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ അപ്പൊ തൊഴുത്തിലേക്കാണ് ആര് പോയത്? നമ്മുടെ രാജ പോയത്. ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദി ലോഫ്റ്റ്. അപ്പൊ ആ കൗഷെഡിന്റെ മച്ചിന്റെ പുറത്ത്, മച്ചിന്റെ മുകളിൽ ഞാൻ എന്ത് കണ്ടെത്തി? ഷെൽട്ടർ, ഒരു അഭയ കേന്ദ്രം കണ്ടെത്തി. എവിടെ നിന്ന്? ആരിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി? നമ്മുടെ ഗ്രാൻഡ് ഫാദറിൽ നിന്നും ഒളിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ വേണ്ടി ഈ കൗഷെഡിന്റെ മുകളിൽ ഒരു ഷെൽട്ടർ ഞാൻ കണ്ടെത്തി. അതായത് ഒരു അഭയ കേന്ദ്രം ഞാൻ കണ്ടെത്തി. From there, I could see grandfather sitting on the veranda saying his prayers. അപ്പോ ആ കൗഷെഡിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ആരെ കാണായിരുന്നു? വരാന്തയിൽ ഇരിക്കുന്ന മുത്തശ്ശനെ നന്നായിട്ട് കാണാൻ കഴിയാമായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. അതിന് തൊട്ടടുത്തായിട്ട് ആരിപ്പോണ്ട്? നമ്മുടെ ഗ്രാൻഡ് മദർ അല്ലെ? ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുകയാണ്? വാസ് വെയിറ്റിംഗ് ഫോർ മീ. ആർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്? നമ്മുടെ രാജയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. When I did not turn up, she looked for me everywhere in the house. ഞാൻ എന്ത് ചെയ്തു? സോറി, when I did not turn up, she looked for me everywhere in the house. അല്ലേ? ഞാൻ നോക്കിയപ്പോ എന്ത് കാണാൻ കഴിയുന്നു? നമ്മുടെ രാജയുടെ മുത്തശ്ശി ആ വീടിന് ചുറ്റും പരിസരത്തും എല്ലാം ആരെ നോക്കുകയാണ്? നമ്മുടെ രാജയെ നോക്കുകയാണ്. Then she came out and called aloud for me. മുത്തശ്ശി എന്ത് ചെയ്തു? വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വളരെ ഉച്ചത്തിൽ ആർക്ക് വേണ്ടി വിളിച്ചു? നമ്മുടെ രാജയ്ക്ക് വേണ്ടി വിളിച്ചു. അല്ലേ? ഇപ്പൊ നമ്മളെ കാണാത്ത നേരിട്ടുന്ന സമയത്ത് നമ്മളെ കണ്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ പരിസരത്ത് തന്നെ നിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളെ ഉറക്കെ വിളിക്കും. അതുപോലെ തന്നെ ആര് വിളിച്ചു? നമ്മുടെ രാജയുടെ ഗ്രാൻഡ് മദർ രാജയെ വിളിക്കുകയാണ്. Thinking that I was somewhere in the garden,
ഇപ്പം മുത്തശ്ശി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? രാജ അവന്റെ വീടിന്റെ പരിസരത്തുള്ള ഗാർഡനിൽ എവിടെങ്കിലും ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ വിളിക്കുന്നത്. She did not get any answer. അപ്പൊ മുത്തശ്ശി രാജ എന്ന് കിടന്നുറക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് ആൻസർ ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളവര് നമ്മുടെ ഉറക്കെ പേര് വിളിക്കും, നമ്മൾ എന്തോ എന്ന് തിരിച്ചു പറയും ഇല്ലേ? അതൊന്നും ആര് ചെയ്യുന്നില്ല, രാജ ചെയ്യുന്നില്ല. Then she went to grandfather and asked him where I was. ഇത് കഴിഞ്ഞ് മുത്തശ്ശി നേരെ എങ്ങോട്ടേക്ക് പോയി? നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ അരികിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെയാണ് നമ്മുടെ രാജ എന്ന്. You look for him in the house, grandfather said. He is hiding somewhere. അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, എന്താണ്, നീ വീടിനകം എല്ലാം ഒന്ന് നോക്ക് ഇല്ലേ, വീടിനകത്തൊക്കെ ഒന്ന് നോക്ക്, അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുമായിരിക്കും. He is not in the house, grandmother said. I looked for him everywhere. മുത്തശ്ശി എന്ത് പറഞ്ഞു? അവൻ ഈ വീട്ടിൽ എവിടെ ഇല്ല, ഞാൻ ഇവിടെ മൊത്തം നോക്കി അല്ലേ, വീടിന്റെ പരിസരത്തും അവിടെ ഇവിടെ എല്ലാം ഞാൻ നോക്കി, പക്ഷെ അവൻ ഇവിടെ കാണാനില്ല. അപ്പൊ ഇത്രയൊന്ന് പെട്ടെന്ന് വായിച്ചേ. ഈ നമ്പറിലൂടെയാണോ ഇതിനകത്തല്ലേ? വെളിപ്പെടുത്താം. ആണുങ്ങളെ ഉള്ളൂ. ജീവതറ എന്ത്
അപ്പം മക്കളെ നമ്മള് രാജയുടെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത മൂന്നാമത്തെ പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗം എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നോക്കുക. അപ്പൊ ഇന്ന് പഠിപ്പിച്ചതിന്റെ നോട്ട്സിന്റെ ഭാഗം നിങ്ങൾക്ക് സാറ് നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് ഇൻചാർജ് ആയിട്ടുള്ള സാറ് നമുക്ക് ഗ്രൂപ്പിലിട്ട് തരും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് വൈൻഡപ്പ് ചെയ്യാം. ശരി.